Dear students, welcome back to the next class of Basic Science. കഴിഞ്ഞ ക്ലാസ്സോട് കൂടി നമ്മുടെ തേർഡ് ചാപ്റ്റർ അവസാനിച്ചു. ഇന്ന് നമ്മൾ നമ്മുടെ ഫോർത്ത് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ഫോർത്ത് ചാപ്റ്ററിൻ്റെ പേരാണ് എലോങ് വിത്ത് മോഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മോഷൻസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. മൂവ്മെൻറ്റ്, മോഷൻ ഓർ മൂവ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ്. അപ്പോൾ എല്ലാവരും ബേസിക് സയൻസിൻ്റെ ടെക്സ്റ്റ് നോട്ടൊക്കെ എടുക്കുക. നമ്മുടെ ഫോർത്ത് ചാപ്റ്ററിൻ്റെ പേരെല്ലാവരും നോട്ട് ചെയ്യുക. എന്താണ്? എലോങ് വിത്ത് മോഷൻ. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് മോഷൻ? മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ് ചെയ്യുക. മോഷൻ ഓർ മൂവ്. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? മോഷൻ. അപ്പോൾ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ്മെന്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഏത് ഒബ്ജക്റ്റും ആവാം, ആ ഒബ്ജക്റ്റിന്റെ മൂവ്മെന്റിനെ പറയുന്ന പേരാണ് എന്ത്? മോഷൻ. ഓക്കെ, ഇപ്പൊ നോക്കുക, നമ്മുടെ എർത്ത് എന്ന് പറയുന്ന ഒരു പ്ലാനറ്റ് ആണല്ലേ. എർത്ത് മൂവ് ചെയ്യുന്നുണ്ടോ? യെസ്, നിങ്ങൾക്കൊക്കെ അറിയല്ലേ, നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ ഹിസ്റ്ററി ജോഗ്രഫിയിൽ പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ എർത്തിന് എന്തിനുള്ള കഴിവുണ്ട്? മൂവ് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലേ. എർത്ത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? എർത്ത് അതിന്റെ ഇമാജിനറി ആക്സിസിൽ എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പഠിച്ചു. അപ്പൊ അതിനൊരു മൂവ്മെന്റ് ഉണ്ട് അല്ലേ. ഇനി അത് കൂടാതെ നമുക്കറിയാം സണ്ണിനെ അറൗണ്ട് ചെയ്ത് അതായത് നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് സണ്ണിനെ എന്ത് ചെയ്യുന്നുണ്ട്? റിവോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ. എല്ലാ പ്ലാനറ്റ്സും സണ്ണിനെ റിവോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം മറ്റ് പ്ലാനറ്റ്സ് ആയിക്കോട്ടെ നമ്മുടെ എർത്ത് ആയിക്കോട്ടെ ഒക്കെ എന്താണ്? മോഷനിലാണ്, മൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ എർത്തിലുള്ള എല്ലാ ഒബ്ജക്ട്സും ഇപ്പൊ നമ്മൾ കുട്ടികളോട് ചോദിച്ചാൽ പറയും മൗണ്ടൈൻ മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും? നോന്നേ പറയുള്ളൂ അല്ലേ. ട്രീസ് മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ എന്ത് പറയും? നോ എന്ന് പറയും. ശരിക്കും എർത്ത് മൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എർത്തിലുള്ള എല്ലാ ഒബ്ജക്റ്റും എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? മോഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്താണ് മോഷൻ എന്ന് പഠിക്കും. മോഷനും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ പഠിക്കും. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് ടോപ്പിക്കാണ്, മോഷൻ ആൻഡ് ഫോഴ്സ് ആൻഡ് മോഷൻ. ഓക്കെ, എന്താണ് മോഷൻ അല്ലെങ്കിൽ മോഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനോടൊപ്പം തന്നെ ഫോഴ്സ് ആൻഡ് മോഷൻ, ബലവും മോഷനും തമ്മിലുള്ള ബന്ധം എന്താണെന്നും ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കായ മോഷനെ കുറിച്ച് തുടങ്ങാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. അതിൽ ഒരു പിക്ചർ കാണിക്കുന്നുണ്ട്. ടീച്ചറെ കാണിച്ചിട്ടുള്ളതാണ് ആ പിക്ചർ. എന്താണ്? പ്ലാനറ്റ്സ് ഒക്കെ സണ്ണിനെ റിവോൾവ് ചെയ്യുന്നതാണ് ആ പിക്ചർ. അപ്പോൾ ഇതിന്ന് എന്താ മനസ്സിലായത്? നമ്മുടെ എല്ലാ പ്ലാനറ്റ്സും എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പേജ് നമ്പർ 46 എടുക്കുക എല്ലാവരും. അതിലുള്ള ഓരോ ആക്ടിവിറ്റീസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ സ്റ്റുഡൻസ്, ഇനി എല്ലാവരും പേജ് നമ്പർ 46 എടുക്കുക. അതിൽ എല്ലാവരും ടെക്സ്റ്റിലോട്ട് ശ്രദ്ധിക്കുക. യു മേ ബി അവെയർ ഓഫ് ദ ഫാക്ട് ദാറ്റ് ഓൾ പ്ലാനറ്റ്സ് മൂവ് അറൗണ്ട് ദ സൺ. നമ്മളിപ്പോൾ കുറച്ച് മുന്നേ പഠിച്ചു, എല്ലാ പ്ലാനറ്റ്സും സണ്ണിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇനി താഴെ ഒരു 3 ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുണ്ട്. നമുക്ക് ആ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആൻസേഴ്സ് ഒന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് ഇൻഡിക്കേറ്ററാണ് വിച്ച് ആർ ദ മോഷൻ ഓഫ് ദ എർത്ത് യു ആർ ഫെമിലിയർ വിത്ത്. എർത്തിൻ്റെ മോഷൻ നിങ്ങൾക്കറിയുന്ന ഏതാണ് എർത്തിൻ്റെ മോഷൻസ്? എങ്ങനെയാണ് നമ്മുടെ എർത്ത് മൂവ് ചെയ്യുന്നത്? എങ്ങനെയൊക്കെയാണ്? നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. നിങ്ങളുടെ ഹിസ്റ്ററി ജോഗ്രഫിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും എർത്ത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. എല്ലാ പ്ലാനറ്റ്സും സണ്ണിനെ എന്ത് ചെയ്യുന്നുണ്ട്? സണ്ണിനെ അറൗണ്ടായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചു. എർത്തും ഒരു പ്ലാനറ്റ് ആണ് അല്ലേ. അപ്പം എന്താണ് ഫസ്റ്റ് എർത്തിൻ്റെ മൂവ്മെൻറ്റ്? നമുക്ക് എന്ത് എഴുതാം? റെവല്യൂഷൻ അറൗണ്ട് സൺ അല്ലേ. സണ്ണിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ റെവല്യൂഷൻ അറൗണ്ട് ദ സൺ, അതാണ് ഫസ്റ്റ്. ഇനി രണ്ടാമത്തേത് എന്താണ്? അതും നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എർത്ത് എന്തിൻ്റെ മുകളിൽ നിന്നിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒന്ന് എർത്ത് സണ്ണിനെ റൊട്ടേറ്റ് ചെയ്യും അല്ലെങ്കിൽ റിവോൾവ് ചെയ്യും. ഇനി എർത്ത് അതിൻ്റെ തന്നെ ഇമാജിനറി ആക്സിസിൽ നിന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴും മോഷൻ ഉണ്ട് അല്ലേ. അപ്പം രണ്ടാമത്തെ പോയിന്റ് എഴുതുക, മോഷൻ ഓഫ് ഇറ്റ്സ് ഓൺ ഇമാജിനറി ആക്സിസ്. ഓക്കെ, അത് അതിൻ്റെ തന്നെ, അതായത് എർത്ത് അതിൻ്റെ തന്നെ ഇമാജിനറി ആക്സിസിൽ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വിച്ച് ആർ ദ മോഷൻ ഓഫ് ദ എർത്ത് യു ആർ ഫെമിലിയർ വിത്ത്? എർത്തിൻ്റെ മോഷൻസ്, നിങ്ങൾക്കറിയാവുന്ന എർത്തിൻ്റെ മോഷൻ എഴുതാനാണ്. ഏതാണ്? ഫസ്റ്റ് വൺ റെവല്യൂഷൻ അറൗണ്ട് ദ സൺ ആൻഡ് സെക്കൻഡ് വൺ ദ മോഷൻ ഓഫ് ഇറ്റ്സ് ഓൺ ഇമാജിനറി ആക്സിസ്. മനസ്സിലായോ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ആർ ദ ഒബ്ജക്റ്റ് ദാറ്റ് മൂവ് അലോങ് വിത്ത് ദ എർത്ത് വെൻ ഇറ്റ് മൂവ്സ്? നമ്മൾ പഠിച്ചു എർത്ത് മൂവ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞു ഏത് ടൈമിൽ നമ്മുടെ എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ എർത്ത് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് എർത്തിലുള്ള എല്ലാ ഒബ്ജക്റ്റും എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതണം ആൻസർ? വെൻ ദ എർത്ത് മൂവ്സ് ഓൾ ഒബ്ജക്റ്റ് ലൈക്ക് എന്തൊക്കെയാണ്? ബിൽഡിങ്സ് ഉണ്ട്, ട്രീസ് ഉണ്ട്, റോക്സ് ഉണ്ട്, മൗണ്ടെയ്ൻസ് ആൻഡ് ഓൾ ലിവിങ് ഓർഗാനിസം എക്സെട്ര മൂവ് അലോങ് വിത്ത് ഇറ്റ്. ഓക്കെ, എന്താണ്? എർത്ത് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് എർത്തിലുള്ള എല്ലാ ഒബ്ജക്റ്റും, അത് ബിൽഡിംഗ് ആവാം, ട്രീസ് ആവാം, റോക്ക് ആവാം, മൗണ്ടെയ്ൻസ് ആവാം, ഓൾ ലിവിങ് ഓർഗാനിസം മൂവ് അലോങ് വിത്ത് ഇറ്റ്. ഓക്കെ, എർത്തിൻ്റെ ഒപ്പം തന്നെ അവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ മനസ്സിലായോ? ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ക്യാൻ യു ബീയിങ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അറ്റ്ലീസ്റ്റ് ഫോർ എ സെക്കൻഡ്? അതായത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ എർത്ത് കുറച്ചു നേരമെങ്കിലും റെസ്റ്റ് എടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നോ അല്ലേ? എർത്ത് എന്താണ്? എർത്ത് ഈസ് ഓൾവേസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ. എർത്ത് എന്താ? ഫുൾ ടൈം മൂവ് ചെയ്തുകൊണ്ടിരിക്കണേ. എർത്ത് ഒരിക്കൽ പോലും എന്തില്ല? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആയിട്ട് ഇരിക്കുന്നില്ല. ഏത് സ്റ്റേറ്റിലാണ് എപ്പോഴും? സ്റ്റേറ്റ് ഓഫ് മോഷനിലാണ്. മനസ്സിലായോ? അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ക്യാൻ യു ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അറ്റ്ലീസ്റ്റ് ഫോർ എ സെക്കൻഡ്? ഓക്കെ, അതിൻ്റെ ആൻസർ എന്താണ്? ക്വസ്റ്റ്യൻ്റെ മീനിങ് ഇതാണ്. എർത്ത് എന്ത് ചെയ്യുന്നുണ്ടോ? കുറച്ച് സമയമെങ്കിലും, ഒരു സെക്കൻഡ് എങ്കിലും സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ ഇരിക്കുന്നുണ്ടോ എന്നാണ് മീനിങ്. അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ? നോ, എർത്ത് ഈസ് ഓൾവേസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ. എർത്ത് ഫുൾ ടൈം സ്റ്റേറ്റ് ഓഫ് മോഷനിലാണ്. ഇത്രയും മനസ്സിലായോ? ഇനി നോക്കുക, ആ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. വാട്ട് എ സ്പീഡ്. എല്ലാവരും ആ ബോക്സ് നോക്കുക. ദ എർത്ത് റൊട്ടേറ്റ് അബൌട്ട് ഇറ്റ്സ് ആക്സിസ് അറ്റ് ആൻ അപ്രോക്സിമേറ്റ് സ്പീഡ് ഓഫ് 1667 കിലോമീറ്റേഴ്സ് പെർ ഹവർ അറ്റ് ദ ഇക്വറ്റോറിയൽ റീജിയൻ. എർത്ത് അതിൻ്റെ തന്നെ ഇമാജിനറി ആക്സിസിൽ എത്ര സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? 60 to 67 കിലോമീറ്റേഴ്സ് പെർ ഹവർ. അത്രയും സ്പീഡിലാണ് എർത്ത് അതിൻ്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. എത്ര സ്പീഡാണെന്ന് നോക്കണം അല്ലേ? ഇനി നോക്കുക, ഇറ്റ് റിവോൾവ്സ് അറൗണ്ട് ദ സൺ വിത്ത് ദ സ്പീഡ് ഓഫ് 1,06,000 കിലോമീറ്റേഴ്സ് പെർ ഹവർ. ഇനി എർത്ത് സണ്ണിനെ അറൗണ്ട് അല്ലെങ്കിൽ റിവോൾവ് ചെയ്യുന്ന സ്പീഡ് എത്രയാണ്? എത്ര സ്പീഡിലാണ് സണ്ണിനെ റിവോൾവ് ചെയ്യുന്നത്? 1,60,000 കിലോമീറ്റർ പെർ ഹവർ. അത്രയും സ്പീഡിലാണ് സണ്ണിനെ അറൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഹൗ വണ്ടർഫുൾ ഇറ്റ് ഈസ് ടു റിയലൈസ് ദാറ്റ് വി ആർ മൂവിങ് അറ്റ് എ ഗ്രേറ്റ് സ്പീഡ് ഈവൻ വൈൽ സിറ്റിംഗ് സ്റ്റിൽ അറ്റ് എ പ്ലേസ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ എർത്ത് അതിൻ്റെ തന്നെ ഇമാജിനറി ആക്സിസിൽ 60 to 67 കിലോമീറ്റേഴ്സ് പെർ ഹവറാണ് മൂവ് ചെയ്യുന്നത്. സണ്ണിനെ റിവോൾവ് ചെയ്യുന്നത് എത്ര സ്പീഡിലാണ്? 1,06,000 കിലോമീറ്റേഴ്സ് പെർ ഹവർ. അപ്പോൾ നമ്മുടെ എർത്തിൻ്റെ സ്പീഡ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഇനി ആ ബോക്സിൻ്റെ താഴെ ഒരു ഹെഡിങ് ഉണ്ട്, മോഷൻ വിതിൻ ദ ബോഡി. നമ്മുടെ ബോഡിക്കുള്ളിലെ മോഷൻ. നമ്മൾ പറഞ്ഞു നമ്മുടെ എർത്ത് മൂവ് ചെയ്യുന്നുണ്ട്. എർത്തിലുള്ള എല്ലാ സബ്സ്റ്റൻസും, അത് മൗണ്ടെയിൻ ആയിക്കോട്ടെ, ട്രീ ആയിക്കോട്ടെ, ബിൽഡിങ്സ് ആയിക്കോട്ടെ, ലിവിങ് ഓർഗാനിസം ആയിക്കോട്ടെ, എല്ലാതും എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ മോഷൻ വിതിൻ ദ ബോഡി. നമ്മുടെ ബോഡിക്കുള്ളിലും എന്ത് നടക്കുന്നുണ്ട്? മോഷൻ ഓർ മൂവ്മെൻറ്റ് സംഭവിക്കുന്നുണ്ട്. അതിനൊരു എക്സ്പെരിമെൻറ്റ് തന്നിട്ടുണ്ട്. ആ പിക്ചറിൽ നിങ്ങൾ കണ്ടോ? ഒരു കുട്ടിയുടെ ചെസ്റ്റിൻ്റെ അവിടെ മറ്റൊരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? അവൻ്റെ ഇയർ വെച്ച് നോക്കുകയാണല്ലേ? അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പാരൻസിൻ്റെയോ ബ്രദർ ഓർ സിസ്റ്റേഴ്സിൻ്റെയോ ചെസ്റ്റിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക? നിങ്ങളുടെ ചെവി ഒന്ന് വെച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ പ്ലേസ് യുവർ ഇയർ ക്ലോസ് ടു യുവർ ഫ്രണ്ട് ചെസ്റ്റ്. വാട്ട് ഡു യു എക്സ്പീരിയൻസ്? എന്താണ് നിങ്ങളവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? യെസ്, എന്ത് കേൾക്കുന്നുണ്ട് നമുക്ക്? ഹാർട്ട് ബീറ്റ് കേൾക്കാം അല്ലേ? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദ സൗണ്ട് ഓഫ് യു ഹിയർ? ഏത് സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്? ഹാർട്ട് ബീറ്റ് അല്ലേ? എന്താണ് ഈ ഹാർട്ട് ബീറ്റിന് പിന്നിലുള്ള രഹസ്യം?
നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ. ബ്ലഡ് സർക്കുലേഷൻ, ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുക? സർക്കുലേഷൻ. അപ്പോൾ സർക്കുലേഷൻ എന്നുള്ള പ്രോസസ്സിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഏത് സൗണ്ട് കേൾക്കുന്നത്? ഹാർട്ട് ബീറ്റ് കേൾക്കുന്നത് അല്ലേ. സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എന്തുണ്ട്? ബ്ലഡ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാ ഭാഗത്തോട്ടും ബ്ലഡ് എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്ലഡ് ഇതാണ്? മൂവ് ചെയ്യുന്നുണ്ട്, മോഷനിലാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ വാട്ട് ആർ ദ മൂവ്മെൻറ്റ്സ് ദാറ്റ് ഒക്കർ വിതിൻ യുവർ ബോഡി? നമ്മുടെ ബോഡിക്കുള്ളിൽ നടക്കുന്ന മൂവ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ബ്ലഡ് സർക്കുലേഷൻ. ബ്ലഡ് സർക്കുലേഷന് ഒരു മൂവ്മെൻ്റ് ആണല്ലേ. ഇനി ഇത് കൂടാതെ ഏതൊക്കെ എഴുതാം? നമുക്ക് എക്സാമ്പിൾസ് എഴുതാം. നമ്മുടെ ബ്രീത്തിങ്. ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുകയും പുറത്തോട്ട് കളയുകയും ചെയ്യുമ്പോൾ ആ പ്രോസസ്സിന് എന്താ പറയുക? റെസ്പിരേഷൻ. ഓക്കെ. അപ്പോൾ ഈ റെസ്പിരേഷൻ്റെ ടൈമിൽ നമ്മുടെ ബോഡിയിൽ എന്ത് നടക്കുന്നുണ്ട്? ബോഡിക്കുള്ളിൽ മൂവ്മെൻറ്റ് സംഭവിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ എക്സാമ്പിൾ എഴുതുക, ബ്രീത്തിങ്, ബ്രാക്കറ്റിലെ റെസ്പിരേഷൻ എന്ന് എഴുതി വെക്കുക. ഇനി മൂന്നാമത്തെ ഒരു എക്സ്പെരിമെൻറ്റ് പറഞ്ഞേ. നമ്മളെല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ അന്നനാളത്തിലൂടെ, ഈസോഫാഗസിലൂടെ നമ്മുടെ ഫുഡ് പോകുമ്പോഴും അവിടെയുള്ള നമ്മുടെ എല്ലാ ഓർഗൻസിനും എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു മോഷൻ, ഒരു മൂവ്മെൻറ്റ്. അല്ലെങ്കിൽ നമ്മൾ ഫുഡ് പോകുന്നത് എന്തിലാണ്? ഒരു മോഷനിലാണ്, ഒരു മൂവ്മെൻറ്റിലാണ് അല്ലേ. അപ്പോൾ അടുത്ത എക്സാമ്പിൾ എഴുതുക, മൂവ്മെൻറ്റ് ഓഫ് ദ ഫുഡ് ത്രൂ ഈസോഫാഗസ്. ഓക്കെ. അപ്പോൾ ഈ മോഷൻ എന്ന് പറയുന്നത് ഒരു ഓർഗാനിസത്തിനും മോഷനുണ്ട്. ആ ഓർഗാനിസത്തിൻ്റെ ബോഡിക്കുള്ളിലും ഏത് പ്രോസസ്സ് നടക്കുന്നുണ്ട്? മോഷൻ നടക്കുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് നമ്മുടെ ബോഡിയിൽ നമ്മളെ ബ്ലഡ് എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ശ്വസിക്കുന്ന എയർ ഉണ്ട്, ബ്രീത്തിങ് വഴി എടുക്കുന്ന, ഉള്ളിലോട്ട് എടുക്കുന്ന എയർ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ അനുസരിച്ച് ആ ഓർഗൻസിനും എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു മൂവ്മെൻറ്റ് സംഭവിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഫുഡ് ഈസോഫാഗസിലൂടെ പോകുമ്പോഴെന്താണ് സംഭവിക്കുന്നത്? മൂവ്മെൻറ്റ് സംഭവിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പം എല്ലാവരുടെ ബോഡിക്കുള്ളിലും ഏത് പ്രോസസ്സ് നടക്കുന്നുണ്ട്? മോഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഓക്കെ. ഇനി നോക്കാം, മോഷൻ അറൗണ്ട് അസ്. നമുക്ക് ചുറ്റുപാടും നടക്കുന്ന മോഷൻസ് നോക്കാം. വേവ് എ പീസ് ഓഫ് പേപ്പർ. ഡോണ്ട് യു ഫീൽ ദ മോഷൻ ഓഫ് എയർ? നിങ്ങളൊരു ചെറിയ പീസ് പേപ്പർ എന്ത് ചെയ്യുക? എയറിലോട്ട് പറത്തി വിടുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ പേപ്പർ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കാണാം. അതിനനുസരിച്ചിട്ടാണ് ആരുടെ മൂവ്മെൻറ്റ്, ആരുടെ മോഷൻ? എയറിൻ്റെ മോഷൻ. മനസ്സിലായോ? ഇനി നോക്കുക, ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, വാട്ട് ആർ ദ അതർ ഇൻസ്റ്റൻസ് വെൻ യു ഹാവ് എക്സ്പീരിയൻസ്ഡ് ദ മോഷൻ ഓഫ് എയർ? അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു പീസ് പേപ്പർ എയറിലോട്ട് വേവ് ചെയ്യുമ്പോൾ നമുക്ക് എയറിൻ്റെ മോഷൻ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതുപോലെ എയറിൻ്റെ മോഷൻ നിങ്ങൾ എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? എവിടെയെങ്കിലും നിങ്ങൾ എയറിൻ്റെ മോഷൻ കണ്ടിട്ടുണ്ടോ? നമുക്ക് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. വൈൽ സിറ്റിംഗ് ഓൺ എ സീഷോർ. നമ്മളൊരു നമ്മളെ കടപ്പുറത്തൊക്കെ പോയി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എയറിൻ്റെ മോഷൻ കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം നമുക്കറിയാം കാറ്റടിക്കുമ്പോൾ അതിനനുസരിച്ച് അവിടെയുള്ള മണൽത്തരികൾ ഇങ്ങനെ പറന്നു പോകുന്നതൊക്കെ കാണാം അല്ലേ. അപ്പോൾ ആ മണൽത്തരികൾ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് കാറ്റിൻ്റെ മോഷൻ ഏത് ഭാഗത്തോട്ടാണെന്ന് അല്ലേ. എയറിൻ്റെ ആ മോഷൻ ഏത് ഭാഗത്തോട്ടാണെന്നുള്ളത് നമുക്ക് അവിടെ ഇരുന്നാൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം ഇല്ലേ. നിങ്ങളെല്ലാവരും ഇനി സീഷോറിലൊക്കെ പോയിരിക്കുമ്പോൾ നോക്കുക, എയറിൻ്റെ മോഷൻ നിങ്ങൾക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ഇത് കൂടാതെ വേറെ ഏതെങ്കിലുമൊക്കെ എക്സാമ്പിൾസ് ഉണ്ടോ? നോക്കുക, മോഷൻ ഓഫ് ക്ലൗഡ്സ് ഇൻ ദ സ്കൈ. നമുക്കറിയാം നമ്മുടെ ക്ലൗഡ്സ്, സ്കൈയിലുള്ള ക്ലൗഡ്സിൻ്റെ മോഷൻ എയറിൻ്റെ മോഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ക്ലൗഡ്സ് മൂവ് ചെയ്യുക. ഓക്കെ. എയർ എവിടേക്കാണോ മൂവ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ക്ലൗഡ്സ് മൂവ് ചെയ്യുക. ഇനി നോക്കുക, ഫ്ലൈയിങ് ഓഫ് ബേർഡ്സ് ഇൻ ദ സ്കൈ. നമ്മുടെ സ്കൈയിൽ ബേർഡ്സ് ഫ്ലൈ ചെയ്യുന്നതും എയറിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചായിരിക്കും അല്ലേ. അപ്പോൾ എയറിൻ്റെ ഡയറക്ഷൻ ഏത് ഭാഗത്തോട്ടാണോ അതേ ഭാഗത്തോട്ട് തന്നെ ആയിരിക്കും ആര് ഫ്ലൈ ചെയ്യുന്നത്? ബേർഡ്സും ഫ്ലൈ ചെയ്യുന്നത്. ഓക്കെ. ഇനി ഒരു എക്സാമ്പിൾ കൂടി, 3 എക്സാമ്പിൾസാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അടുത്ത എക്സാമ്പിൾ എന്തെഴുതാം? വേവിങ് മോഷൻ ഓഫ് ലീവ്സ് ഓൺ ദ പ്ലാന്റ്സ് ഓർ ട്രീസ്. നമുക്കറിയാം കാറ്റത്തൊരു ഇല പറന്നു പോവുകയാണെങ്കിൽ അപ്പം നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ആ എയറിൻ്റെ മോഷൻ അല്ലേ, എയറിൻ്റെ ആ ഡയറക്ഷൻ നമുക്ക് മനസ്സിലാക്കാം, അതിൻ്റെ എയറിൻ്റെ മോഷൻ മനസ്സിലാക്കാം. എയറിൻ്റെ മോഷൻ അനുസരിച്ചിട്ടായിരിക്കും ആര് വേവ് ചെയ്യുന്നത്? ആ ലീഫ് വേവ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന മോഷൻസ്
ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതിൽ നമ്മൾ എയറിൻ്റെ മോഷനാണ് എക്സ്പീരിയൻസ് ചെയ്തത്. ഏതൊക്കെയാണ് ആ 3 എക്സാമ്പിൾസ്? വൈൽ സിറ്റിംഗ് ഓൺ എ സീഷോർ. സെക്കൻഡ് എക്സാമ്പിൾ എന്താണ്? മോഷൻ ഓഫ് ക്ലൗഡ്സ് ഇൻ ദ സ്കൈ. തേർഡ് എക്സാമ്പിൾ ഫ്ലൈയിങ് ഓഫ് ദ ബേർഡ്സ് ഇൻ ദ സ്കൈ. ആൻഡ് ഫോർത്ത് എക്സാമ്പിൾ വേവിങ് മോഷൻ ഓഫ് ദ ലീവ്സ് ഓൺ ദ പ്ലാനറ്റ്സ് ഓർ ട്രീസ്. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മോഷൻ എന്താണെന്ന് മനസ്സിലായോ? മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റിനെയാണല്ലേ നമ്മൾ എന്ത് പറയുക? മോഷൻ എന്ന് പറയുക. അപ്പം എർത്തിലുള്ള എല്ലാ ഓർഗാനിസംസും എന്ത് ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ എല്ലാ സബ്സ്റ്റൻസും എന്ത് ചെയ്യുന്നുണ്ട്? മോഷനിലാണ്. നമ്മുടെ എർത്തും എന്തിലാണ്? മോഷനിലാണ് അല്ലേ? സ്റ്റേറ്റ് ഓഫ് മോഷനിലാണ്. ഓക്കെ, എർത്തിൻ്റെ 2 ടൈപ്പ് മോഷൻ ഏതൊക്കെയാണ്? ഒന്ന്, എർത്ത് അതിൻ്റെ തന്നെ ഇമാജിനറി ആക്സിസിൽ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. അതൊരു ടൈപ്പ് മോഷനാണ്. അത് കൂടാതെ എർത്ത് എന്ത് ചെയ്യും? ഇറ്റ് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. സണ്ണിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? റിവോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ എർത്തിലുള്ള എല്ലാ ഒബ്ജക്റ്റും അല്ലെങ്കിൽ എല്ലാ ഓർഗാനിസംസും ഏത് സ്റ്റേറ്റിലാണ്? സ്റ്റേറ്റ് ഓഫ് മോഷനിലാണ്. ഇനി ഇത് കൂടാതെ നമ്മളുടെ ബോഡിക്കുള്ളിലും ഏത് പ്രോസസ്സ് നടക്കുന്നുണ്ട്? മോഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടും എന്ത് പ്രോസസ്സ് നടക്കുന്നുണ്ട്? മോഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ഹോംവർക്ക് ഉണ്ട്. എല്ലാവരും പേജ് നമ്പർ 47 എടുക്കുക. വാട്ട് ആർ ദ അതർ ടൈപ്പ് ഓഫ് മോഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് അറൗണ്ട് യു ആൻഡ് ലിസ്റ്റ്. അതായത് നിങ്ങളുടെ ചുറ്റുപാടും നടക്കുന്ന മോഷൻസ്. നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ടൈപ്പ് മോഷൻസ് നടക്കുന്നുണ്ടല്ലേ? എക്സാമ്പിൾസ് നിങ്ങൾക്ക് അറിയാം. ആ എക്സാമ്പിൾസ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒരു 5 എക്സാമ്പിൾ വീതം നിങ്ങളുടെ സയൻസ് ഡയറിയിൽ നോട്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന മോഷൻസിനെ ഒരു 5 എക്സാമ്പിൾ നോട്ട് ചെയ്യുക. ഓക്കെ, നമ്മളിനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഫോഴ്സ് ആൻഡ് മോഷൻസ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫോഴ്സ്, ബലവും മോഷനും, മൂവ്മെൻറ്റും. ഓക്കെ, അപ്പോൾ ബലവും മോഷനും എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സ്പെരിമെൻറ്റ് പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും ആ പിക്ചറിലോട്ട് നോക്കുക. അവിടെ കണ്ട ഒരു ബോക്സിൽ ഒരു 4 ആക്ടിവിറ്റിയാണ് അവിടെ തന്നിട്ടുള്ളത്. അതാണ് ഒരു എക്സ്പെരിമെൻറ്റ്. അതിലെ ഫസ്റ്റ് വൺ നോക്കുക. പ്ലേസ് എ മാർബിൾ ഗോളി അറ്റ് വൺ എൻഡ് ഓഫ് എ ഡെസ്ക് ആൻഡ് സ്ട്രൈക്ക് ഇറ്റ് യൂസിങ് എ ഫിംഗർ. ഒരു ടേബിളിൻ്റെ അല്ലെങ്കിൽ ഒരു ഡെസ്കിൻ്റെ അറ്റത്ത് ഒരു മാർബിൾ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വിരൽ കൊണ്ട് അവിടെ അമർത്തി പിടിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് ഫസ്റ്റ് ആക്ടിവിറ്റി. സെക്കൻഡ് നോക്കുക. അലോ ദ മാർബിൾ ടു റോൾ സ്ലോലി ഓൺ ദ ഡെസ്ക്, ജെന്റ്ലി പ്ലേസ് യുവർ ഹാൻഡ് ബ്ലോക്കിംഗ് ഇറ്റ്സ് പാത്ത്. രണ്ടാമത്തെ എന്താണ് ചെയ്യുന്നത്? നമ്മൾ പതുക്കെ ആ ഗോലി എന്ത് ചെയ്യുക? ഒന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ ആ ഗോലി എന്ത് ചെയ്യാൻ തുടങ്ങും? മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഹാൻഡ് കൊണ്ട് ആ ഗോലിയുടെ പാത്തിനെ ബ്ലോക്ക് ചെയ്യുക. ഓക്കെ, അത് മൂവ് ചെയ്യാതെ ആ ചിത്രത്തിൽ കാണുന്നത് പോലെ അതിനെ തടഞ്ഞു വെക്കുക. ഓക്കെ, ഇനി തേർഡ് നോക്കുക. അലോ ദ മാർബിൾ ടു റോൾ വിത്ത് എ കൺസിഡറബിൾ സ്പീഡ് ഓൺ ദ ഡെസ്ക്, ഹോൾഡ് എ സ്കെയിൽ ഇൻ എ സ്ലൈറ്റ്ലി ഇൻക്ലൈൻഡ് പൊസിഷൻ ഇൻ ഇറ്റ്സ് പാത്ത്. അതായത് ആ ഗോലി നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കുക. അതിങ്ങനെ ഗോലി ഉരുണ്ട് വരുന്ന സമയത്ത് അതിൻ്റെ ആ പാത്തിനെ തടയുന്നതിന് വേണ്ടി നമ്മളൊരു സ്കെയിൽ അവിടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഗോലിയുടെ, നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന പോലെ ആ ഗോലിയുടെ പാത്ത് എന്ത് ചെയ്തു? പൊസിഷൻ എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. കണ്ടോ? ഇനി നാലാമത്തെ നോക്കുക. റോൾ ദ മാർബിൾ സ്ലോലി ഓൺ ദ ഡെസ്ക്, റോൾ അനദർ മാർബിൾ ഇൻ ദ സെയിം ഡയറക്ഷൻ അറ്റ് എ ഗ്രേറ്റർ സ്പീഡ് സോ ദാറ്റ് ഇറ്റ് കൊളൈഡ്സ് വിത്ത് ദ ഫസ്റ്റ് വൺ. എന്താണ് പറയുന്നത്? ആദ്യം നമ്മളോട് പതുക്കെ ആ ഗോലി എന്ത് ചെയ്യുക? ഒന്ന് ആ ഡെസ്കിൽ റോൾ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് തട്ടിക്കൊടുക്കുക. ഓക്കെ, ഇനി മറ്റൊരു ഗോലി എടുത്തിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ അതേ ഡയറക്ഷനിൽ ഒന്ന് സ്പീഡിൽ തട്ടിക്കൊടുക്കുക. അപ്പോൾ നോക്കുക, സ്പീഡിൽ പോണ ഗോലി എന്ത് ചെയ്യും? ആ ആദ്യം പോയ ഗോലിയെ കൊളൈഡ് ചെയ്യും, കൂട്ടിമുട്ടും. ഓക്കെ, ഫസ്റ്റ് പോയ ഗോലിയെ എന്ത് ചെയ്യും? കൂട്ടിമുട്ടും. ഇതാണ് ആ എക്സ്പെരിമെൻറ്റ്. മനസ്സിലായോ? ഫസ്റ്റ് എന്താണ്? ആ ഡെസ്കിൽ ഒരു ഗോട്ടി അല്ലെങ്കിൽ ഒരു ഗോലി അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനെ നമ്മളെ ഫിംഗർ കൊണ്ട് അവിടെ ഇങ്ങനെ തടഞ്ഞ് വെച്ച് അതിൻ്റെ മോഷൻ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിക്കുകയാണ്. ഓക്കെ, മൂവ് ചെയ്യാതെ തടഞ്ഞു വെച്ചിരിക്കുക. രണ്ടാമത്തേൽ എന്താ ചെയ്യുന്നത്? ജസ്റ്റ് അതൊന്ന് മൂവ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ മറ്റേ ഹാൻഡ് കൊണ്ട് എന്ത് ചെയ്യുക? അതിൻ്റെ ആ പാത്തിനെ ബ്ലോക്ക് ചെയ്യുക.
ഓക്കെ. തേർഡ് എന്താണ് ചെയ്യുന്നത്? ആ ഗോലി മൂവ് ചെയ്യിക്കുക. ഗോലി മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ പാത്ത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു സ്കെയിൽ വെച്ച് കൊടുക്കുക. നാലാമത്തെ ആക്ടിവിറ്റി എന്താ പറയുന്നത്? ഒരു ഗോലി ചെറിയൊരു സ്പീഡിൽ ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ തന്നെ അതിൻ്റെ അതേ സെയിം പാത്തിൽ മറ്റൊരു ഗോലി ഹൈ സ്പീഡിൽ തട്ടുക. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യും? ഈ സെക്കൻഡ് വൺ ഫസ്റ്റ് വണ്ണിനെ കൊളൈഡ് ചെയ്യും, കൂട്ടിമുട്ടും. ഇത്രയുമാണ് ഈ 4 എക്സ്പെരിമെൻറ്റ്. ഇനി അതിൻ്റെ താഴെ നോക്കുക, ഒരു 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. വെൻ ഡിഡ് ദ മാർബിൾ വിച്ച് വാസ് റെസ്റ്റ് സ്റ്റാർട്ട് മൂവിങ്? ഏത് സിറ്റുവേഷനിലാണ് ഫസ്റ്റ് അത് റെസ്റ്റ് ചെയ്യുന്നത്, പിന്നീടാണ് അത് മൂവ് ചെയ്യുന്നത്? റെസ്റ്റ് ചെയ്യുന്നത് ഏതിലാണ്? ഫസ്റ്റത്തേലാണല്ലേ. അതായത് നമ്മൾ ഫിംഗർ വെച്ച് അതിന് എന്ത് ചെയ്യാണ്? തടഞ്ഞു നിർത്തുക അല്ലേ. അപ്പോഴത് ഏത് സ്റ്റേറ്റിലാണ്? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ്. ഓക്കെ. ഇനി സെക്കൻഡ് വൺ നോക്കാം. വെൻ ഡിഡ് ഇറ്റ് കം ടു റെസ്റ്റ്? പിന്നീട് അത് റെസ്റ്റ് ചെയ്യണത് എപ്പോഴാണ്? അത് റെസ്റ്റ് ചെയ്യണത്. ഓക്കെ. മൂവ് ചെയ്യുന്നത് റെസ്റ്റ് ചെയ്യണത് ഏതിലാണ്? രണ്ടാമത്തേലല്ലേ. മൂവ് ചെയ്ത് വരുന്ന ഗോലി എന്ത് ചെയ്യും? ഹാൻഡ് വെച്ച് തടഞ്ഞ് അത് റെസ്റ്റ് ചെയ്യും. ഓക്കെ. ഇനി നോക്കുക, മൂന്നാമത്തെ നോക്കുക. വെൻ ഡിഡ് ഇറ്റ് ചേഞ്ച് ഇറ്റ്സ് ഡയറക്ഷൻ ഓഫ് മോഷൻ? അതിൻ്റെ മോഷൻ്റെ ഡയറക്ഷൻ ഏത് സ്റ്റേറ്റിലാണ് ചേഞ്ച് ചെയ്തത്? ഏത് ആക്ടിവിറ്റിയിലാണ് അത് ചേഞ്ച് ചെയ്തത്? മൂന്നാമത്തേലാണല്ലേ. അതായത് ഒരു സ്കെയിൽ വെച്ച് എന്ത് ചെയ്തു? അതിൻ്റെ പാത്ത് അല്ലെങ്കിൽ പൊസിഷൻ എന്ത് ചെയ്തു? അതിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. ഓക്കെ. അപ്പോൾ മൂന്നാമത്തേലാണ് ആ മൂവ് ചെയ്യുന്ന മോഷനിലായിട്ടിരിക്കുന്ന ഗോലിയുടെ പാത്ത് എന്ത് ചെയ്തത്? ചേഞ്ച് ചെയ്തത്. ഓക്കെ. ഇനി അടുത്ത് നോക്കാം. വെൻ ഡിഡ് ദ സ്പീഡ് ഓഫ് ദ റോളിംഗ് മാർബിൾ ഇൻക്രീസ്? എപ്പോഴാണ് റോളിംഗ് മാർബിളിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്തത്? ഏതിലാണ്? നാലാമത്തേലാണല്ലേ. അല്ലേ. ഓക്കെ. അപ്പോൾ ഇനി നോക്കുക, നെക്സ്റ്റ് പേജ് എടുക്കുക എല്ലാവരും. പേജ് നമ്പർ 48 നോക്കുക എല്ലാവരും. വാട്ട് ചേഞ്ച് ഇൻ മോഷൻ വാസ് brought about by applying force in each situation? Write them down in the science diary. അതായത് ഇപ്പം നമ്മൾ അവിടെ 4 സിറ്റുവേഷൻസ് പഠിച്ചു അല്ലേ. ഈ 4 സിറ്റുവേഷൻസിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ മോഷൻ ഉണ്ടായിട്ടുള്ള ചേഞ്ചുകളാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. 4 സിറ്റുവേഷനിൽ നമുക്ക് മനസ്സിലായി ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം അവിടെ മോഷൻ എന്തു പറ്റി? അതിൽ ഒന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ദ മാർബിൾ വിച്ച് വാസ് അറ്റ് റെസ്റ്റ് വാസ് സെറ്റ് ഇൻ ടു മോഷൻ. ഫസ്റ്റത്തെ സിറ്റുവേഷനിൽ നമുക്കറിയാം, ആ ഗോലി മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? നമ്മളെ ഫിംഗേഴ്സ് വെച്ച് അതിനവിടെ തടഞ്ഞു നിർത്തില്ലേ. ഫോഴ്സ് കൊടുത്ത് അവിടെ ആ ഫിംഗർ അവിടെ വിട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് മൂവ് ചെയ്യാൻ തുടങ്ങും അല്ലേ. അപ്പോൾ മോഷൻ ഉള്ള ഒരു ഒബ്ജക്റ്റിനെ റെസ്റ്റിലിരുത്താൻ എന്ത് സഹായിച്ചു? ഫോഴ്സ് സഹായിച്ചു അല്ലേ. ഫോഴ്സ് കൊടുത്തത് കൊണ്ട് ആ വസ്തു എന്ത് ചെയ്തില്ല? മൂവ് ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോൾ മോഷനെ റെസ്റ്റ് ചെയ്യിക്കാൻ എന്ത് സഹായിക്കും? ഫോഴ്സ് അപ്ലൈ ചെയ്താൽ. മനസ്സിലായോ? അപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മോഷനിലുള്ള ഒരു വസ്തു, മോഷൻ സംഭവിക്കാനുള്ള ഒരു വസ്തുവിനെ റെസ്റ്റിലാക്കാൻ സഹായിക്കും. ഓക്കെ. ഇനിയിപ്പോൾ രണ്ടാമത്തെ സിറ്റുവേഷൻ നിങ്ങൾ നോക്കുക. രണ്ടാമത്തേൽ നമ്മൾ എന്താ പറഞ്ഞത്? മൂവ് ചെയ്ത ആ ഗോലിയെ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ മറ്റൊരു ഹാൻഡ് കൊണ്ട് അതിനെ ബ്ലോക്ക് ചെയ്തു അല്ലേ. അതിൻ്റെ പാത്ത് ബ്ലോക്ക് ചെയ്തു. അപ്പോൾ മോഷൻ സംഭവിച്ചൊരു വസ്തുവിനെ റെസ്റ്റ് ചെയ്യിക്കാൻ എന്ത് സഹായിച്ചു? ഫോഴ്സ് അല്ലേ. അവിടെ നമ്മളൊരു ഫോഴ്സ് കൊടുത്തപ്പോൾ, നമ്മുടെ ഹാൻഡ് വെച്ചൊരു ഫോഴ്സ് കൊടുത്തപ്പോൾ മൂവ് ചെയ്ത വസ്തു എന്തായി? റെസ്റ്റിലായി. മനസ്സിലായോ? അപ്പോൾ നമ്മൾ സെക്കൻഡ് പോയിന്റ് എഴുതുക. ദ മൂവിങ് മാർബിൾ പീസ് കം ടു റെസ്റ്റ്. ഓക്കെ. എന്താണ് എഴുതേണ്ടത്? ദ മൂവിങ് മാർബിൾ പീസ് കെയിം ടു റെസ്റ്റ്. ഓക്കെ. ഇനി അടുത്തത് മൂന്നാമത്തെ സിറ്റുവേഷനിൽ എന്താണ് ചെയ്തിട്ടുള്ളത്? മൂവ് ചെയ്ത ഗോലിയെ അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പാത്തിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തു. എങ്ങനെയാണ് ചേഞ്ച് ചെയ്തത്? ഒരു സ്കെയിൽ അവിടെ വെച്ച് കൊടുത്തപ്പോൾ അതെന്ത് ചെയ്തു? അതിൻ്റെ ആ പോകുന്ന മൂവ് ചെയ്ത ആ പാത്ത് എന്ത് ചെയ്തു? മാറി. ഓക്കെ. അപ്പോൾ ആ പൊസിഷൻ അവിടെ മാറിയില്ലേ. അതല്ലേ മൂന്നാമത്തേൽ ഒരു ഫോഴ്സ് കൊടുത്തപ്പോൾ ആ മൂവിങ് ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ പാത്ത് എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. ഓക്കെ. അപ്പം മൂന്നാമത്തെ പോയിന്റ് എഴുതുക. ദ ഡയറക്ഷൻ ഓഫ് ദ മോഷൻ ഓഫ് ദ മാർബിൾ പീസ് ചേഞ്ച്ഡ്. എന്താണ്? ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ മാർബിൾ പീസ് ചേഞ്ച്ഡ് അല്ലേ. ഫോഴ്സ് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? മാർബിൾ പീസിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? നാലാമത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? മൂവ് ചെയ്തതിനെ
ഗോലിയുടെ ബാക്കിൽ തന്നെ അടുത്തൊരു ഗോലിയും കൂടി ഹൈ സ്പീഡിൽ വിട്ടപ്പോൾ രണ്ടും കൂടി എന്ത് ചെയ്തു, കൊളൈഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഫോഴ്സ് എവിടെ കൊടുത്തു, രണ്ടാമത്തെ ഗോലിക്ക് കൊടുത്തുകൊണ്ട് അത് നല്ല സ്പീഡിൽ മൂവ് ചെയ്യാൻ തുടങ്ങിയില്ലേ. അപ്പോൾ മോഷൻ്റെ സ്പീഡ് കൂട്ടാനും ആര് കാരണമായി, ഫോഴ്സ് കാരണമായി. അപ്പോൾ നാലാമത്തെ പോയിന്റ് എന്താ എഴുതണ്ട്, ദ സ്പീഡ് ഓഫ് ദ മോഷൻ ഓഫ് ദ മൂവിങ് മാർബിൾ ഇൻക്രീസ്. ഓക്കെ, എന്താണ് സംഭവിച്ചത്, ആ മാർബിൾ പീസിൻ്റെ മോഷൻ്റെ സ്പീഡ് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ എന്തൊക്കെ സംഭവിച്ചത്, മോഷൻ സംഭവിക്കുന്ന ഒരു വസ്തുവിനെ റെസ്റ്റിലാക്കാൻ ഫോഴ്സ് ഹെൽപ്പ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, മോഷനിലുള്ള ഒരു വസ്തുവിനെ, മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിനെ റെസ്റ്റിലാക്കാനും മോഷൻ സഹായിച്ചു. ഇനി അതുകൂടാതെ മോഷനിലുള്ള വസ്തുവിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ ഫോഴ്സ് കാരണമായി. ഇനി അടുത്തത് ഏതാ പഠിച്ചത്, അതിൻ്റെ സ്പീഡ്, മോഷൻ്റെ സ്പീഡ് കൂട്ടാനും ആര് കാരണമായി, ഫോഴ്സ് കാരണമായി. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ അവിടെ അതാ, എല്ലാവരും ടെക്സ്റ്റിലോട്ട് തന്നെ നോക്കുക. വി വാച്ച് ആൻഡ് പ്ലേ ഗെയിം വിത്ത് എ ബോൾ. വാട്ട് ആർ ദ പർപ്പസ് ഫോർ വിച്ച് പ്ലേയേഴ്സ് അപ്ലൈ ഫോഴ്സ് ഓൺ ബോൾ. നിങ്ങളെല്ലാവരും ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളാണല്ലേ. ഇതിൽ മിക്കവാറും കുട്ടികൾക്കൊക്കെ ഫുട്ബോൾ കളിക്കാൻ അറിയാം. ഈ ഫുട്ബോൾ കളിക്കുമ്പോൾ പ്ലെയേഴ്സ് ബോളിലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് അല്ലെങ്കിൽ എന്ത് പർപ്പസിനൊക്കെയാണ് അവർ ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്? ഒന്ന് നമുക്ക് തന്നിട്ടുണ്ട്, ടു മൂവ് ദ ബോൾ അറ്റ് റെസ്റ്റ്. ഇങ്ങനെ മൂവ് ചെയ്ത് വരുന്ന ബോളിനെ എന്ത് ചെയ്യുക, റെസ്റ്റിലാക്കാൻ, അവിടെ നിർത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, കാലുകൊണ്ട് അതിനെ പിടിച്ച് നിർത്തില്ലേ. അപ്പോൾ അവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ മൂവ് ചെയ്യുന്ന വസ്തുവിനെ റെസ്റ്റിലാക്കാൻ എന്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് എന്തിനാണ്, അടുത്തത് എന്താ, ആ ബോളിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യില്ലേ. കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്യും, നന്നായിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യില്ലേ. അതേപോലെ തന്നെ കുറയ്ക്കാനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ആ ബോളിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനും നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യില്ലേ, ഇല്ലേ. ഇനി നോക്കുക, ഇനി അത് കൂടാതെ ആ ബോളിനെ എന്തിന്, മോഷനിലുള്ള ബോളിനെ സ്റ്റോപ്പ് ചെയ്യിക്കാനും നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റായിട്ട് എന്തെഴുതണം, ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് മോഷൻ ഓഫ് ദ ബോൾ. ഒന്ന് നമ്മൾ ആ ബോളിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ മോഷൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തെ പോയിൻ്റ് എഴുതുക, ടു ഡിക്രീസ് ദ സ്പീഡ് ഓഫ് മോഷൻ ഓഫ് ദ ബോൾ. ഓക്കെ, ഇനി നാലാമത്തെ പോയിൻ്റ് എഴുതുക, ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ദ മൂവിങ് ബോൾ. മനസ്സിലായോ? അപ്പം ഇത്തരം സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. എപ്പോഴൊക്കെയാണ് അപ്ലൈ ചെയ്യുക, ആദ്യം മൂവ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആ ബോളിനെ റെസ്റ്റിലാക്കി നിർത്താൻ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ആ ബോളിനെ മോഷന് വേണ്ടി, മൂവ് ചെയ്യാൻ വേണ്ടി ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ആ ബോളിൻ്റെ സ്പീഡ് കൂട്ടാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ബോളിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ആ ബോളിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഇത്രയും മനസ്സിലായോ? ഇനി അതിൻ്റെ താഴെ ഒരു ബോക്സ് പറയുന്നുണ്ട്, ഫോഴ്സ് ആൻഡ് മോഷൻ, ഫോഴ്സും മോഷനും തമ്മിലുള്ള ബന്ധം. ഓക്കെ, എന്തൊക്കെയാണ്, വി ക്യാൻ മൂവ് ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് ബൈ അപ്ലൈയിങ് ഫോഴ്സ്. ഏതൊരു ഒബ്ജക്റ്റിനെയും, മൂവ് ചെയ്യാൻ സാധ്യതയുള്ള ഏത് ഒബ്ജക്റ്റിനെയും റെസ്റ്റിലാക്കാൻ, റെസ്റ്റിലാക്കാൻ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് കൂടാതെ എന്തിനാണ്, വി ക്യാൻ ഓൾസോ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓഫ് ദ ബോഡി ടു സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ബൈ അപ്ലൈയിങ് ഫോഴ്സ്. പിന്നെ എന്തിനാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, മോഷനിലുള്ള ഒരു ബോഡിയെ റെസ്റ്റിലോട്ടാക്കാനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. Then we apply force to change the direction of the motion or to increase or decrease the speed of motion. പിന്നെ എന്തിനാണ്, മോഷൻ്റെ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനും അതിൻ്റെ സ്പീഡ് ഓഫ് മോഷൻ കൂട്ടാനും, ഇൻക്രീസ് ചെയ്യുക, കുറയ്ക്കാനും ഡിക്രീസ് ചെയ്യുക, അതിനും എന്ത് സഹായിക്കുന്നുണ്ട്, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഫോഴ്സും മോഷനും തമ്മിലുള്ള ബന്ധം ചോദിച്ചാൽ എന്തൊക്കെ എഴുതണം, ആദ്യം മൂവ് ചെയ്യാൻ സാധ്യതയുള്ള, മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ റെസ്റ്റിലാക്കാൻ, മൂവ് ചെയ്യുന്നതിന് മുന്നേ അതിനെ റെസ്റ്റിലാക്കാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്.
മനസ്സിലായോ? ഇനി മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ റെസ്റ്റിലാക്കാനും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനും എന്താ അപ്ലൈ ചെയ്യുന്നുണ്ട്? ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ മൂവ് ചെയ്യുന്ന ഒരു മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും എന്താ അപ്ലൈ ചെയ്യുന്നുണ്ട്? ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? എന്താണ് മോഷൻ എന്ന് പഠിച്ചു അല്ലേ? എന്താണ് മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ്, ഏതൊരു ഒബ്ജക്റ്റിൻ്റെയും മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഷൻ എന്ന് പറയുന്നത്. എർത്തും മൂവ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എർത്തിലുള്ള എല്ലാ ഒബ്ജക്റ്റിലും എന്ത് നടക്കുന്നുണ്ട്? മൂവ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ മോഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഫ്യൂ സെക്കൻഡ് വരെ നമ്മുടെ എർത്ത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ ഇരിക്കാറില്ല. ഓക്കെ, എർത്ത് എപ്പോഴും ഏത് കണ്ടീഷനിലാണ്? മോഷൻ, സ്റ്റേറ്റ് ഓഫ് മോഷൻ, മൂവ്മെൻറ്റിലാണ് അല്ലേ? മൂവ് ചെയ്യുന്നുണ്ട്, മോഷനിലാണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു എർത്തിലുള്ള എല്ലാ ലിവിങ് ഓർഗാനിസവും എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ, ലിവിങ് ഓർഗാനിസത്തിൻ്റെ വിതിൻ ദ ബോഡിക്കുള്ളിലും എന്ത് സംഭവിക്കുന്നുണ്ട്? മോഷൻ ഓർ മൂവ്മെൻറ്റ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഫോഴ്സും മോഷനും തമ്മിലുള്ള ബന്ധമാണ് ഡിസ്കസ് ചെയ്തത്. ഫോഴ്സ് എങ്ങനെയാണ് മോഷനെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ മോഷൻ്റെ ഫീൽഡിൽ ഫോഴ്സിൻ്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? അതായത് മൂവ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഒബ്ജക്റ്റിനെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാക്കാൻ ആർക്ക് സഹായിക്കും? ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മതി. മനസ്സിലായല്ലോ? ഇനി ഇത് കൂടാതെ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മൂവ് ചെയ്ത് വരുന്ന ഒരു ഒബ്ജക്റ്റിനെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ അവിടെ തടഞ്ഞു നിർത്താൻ എന്ത് അപ്ലൈ ചെയ്യണം? ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി മൂവ് ചെയ്ത് വരുന്ന ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനും എന്ത് അപ്ലൈ ചെയ്താൽ മതി? ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇനി ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് കുറയാനും ഡിക്രീസ് ചെയ്യാനും, അതുപോലെ തന്നെ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനും അപ്ലൈ ചെയ്താൽ മതി? ഫോഴ്സ് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായോ? ഇനി അപ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.